നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമലയിലെ സ്വർണം കടത്തിയ സംഭവത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള CBI അന്വേഷണമാണ് വേണ്ടതെന്ന് കെ മുരളീധരൻ. വിശ്വാസ സംരക്ഷണ ജാഥയ്ക്ക് കണ്ണൂരിൽ ഊഷ്മള വരവേൽപ്പ്. തലശ്ശേരി രാജ്യാന്തര ചലച്ചിത്രമേള ടിഫിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ഒക്ടോബർ 16 മുതൽ 19 വരെ തലശ്ശേരിക്കിനി ഉത്സവ ദിനങ്ങൾ. KSEB ഉദ്യോഗസ്ഥർ നിർമ്മിച്ച കൊച്ചു സിനിമ മലയോര കാഴ്ചകൾ പുറത്തിറങ്ങി. സിനിമയ്ക്ക് ഊഷ്മള വരവേൽപ്പ്. നിർദ്ദിഷ്ട തലശ്ശേരി തീരദേശ ഹൈവേയുടെ അലൈൻമെന്റ് മാറ്റിയതിൽ പ്രതിഷേധം ശക്തം. വ്യാപാരികളും തൊഴിലാളികളും പണിമുടക്കി പ്രതിഷേധിച്ചു. വാർത്തകൾ വിശദമായി. ശബരിമലയിലെ സ്വർണം കടത്തിയതിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള CBI അന്വേഷണമാണ് വേണ്ടതെന്ന് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗവും വിശ്വാസ സംരക്ഷണ ജാഥയുടെ ലീഡറുമായ കെ മുരളീധരൻ. വിശ്വാസ സംരക്ഷണ ജാഥയ്ക്ക് കണ്ണൂർ ടൗൺ സ്ക്വയറിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ ജാതി മത വിഭാഗങ്ങളുടെയും ഒരു കോമ്പിനേഷനിലാണ് പാർട്ടി എല്ലാ തീരുമാനവും എടുക്കുക. അല്ലാതെ ഏതെങ്കിലും മതത്തിനോട് പ്രത്യേക മമതയോ ഏതെങ്കിലും മതത്തിനോട് വിരോധമോ ഇല്ല. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക, അതാണ് പാർട്ടി സ്വീകരിച്ചിട്ട നയം. അതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് യൂത്ത് കോൺഗ്രസ്സിലെ ഒരു പാക്കേജാണ് ഉണ്ടാക്കിയത്. ആ പാക്കേജിൽ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് എന്തെങ്കിലും മാറ്റങ്ങൾ ഭാവിയിൽ വരുത്തണമെങ്കിൽ അത് മാറ്റുന്നതിന് വിരോധമില്ല. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും സ്വീകാര്യമായ പാക്കേജ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു. അത് എല്ലാവരും അംഗീകരിച്ചു. കാരണം യൂത്ത് കോൺഗ്രസ്സിന് കഴിഞ്ഞ 2 മാസമായിട്ട് പ്രസിഡന്റ് ഉണ്ടായിരുന്നില്ല. ഇനി ആ കുറവ് പരിഹരിച്ചുകൊണ്ട് ശ്രീ ജനീഷിൻ്റെ നേതൃത്വത്തിൽ ശ്രീ അബിൻ വർക്കിയുടെ ഒക്കെ സഹായത്തോടുകൂടെ ശക്തമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും. കേരളത്തിൽ പ്രവർത്തിക്കുന്നതിന് തടസ്സവുമില്ല. നമ്മുടെയൊക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കേരളമാണല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന് കുറേ കൂടെ താല്പര്യം കേരളത്തിൽ പ്രവർത്തിക്കാനാണ്. അദ്ദേഹത്തിൻ്റെ സേവനം കേരളത്തിലും പ്രയോജനപ്പെടുത്തും, എന്നാൽ ദേശീയ തലത്തിലും പ്രയോജനപ്പെടുത്തും. ഈ അബിൻ വർക്കി ഇങ്ങനെ പറഞ്ഞതൊരു അച്ചടക്ക ലംഘനമാണ്? ഒരിക്കലുമല്ല. അദ്ദേഹം അങ്ങനെ അച്ചടക്ക ലംഘനം നടത്തുന്ന ആളല്ല. അദ്ദേഹം പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും അനുസരിക്കുന്ന ഒരാളാണ്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനാണ്. അതുകൊണ്ട് അദ്ദേഹം പാർട്ടിയുടെ അസറ്റാണ്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സേവനം 100% പാർട്ടി പ്രയോജനപ്പെടുത്തും. മാത്രമല്ല തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് പരിഗണനയുണ്ടാവും. ഇപ്പോഴത്തെ അന്വേഷണ കമ്മീഷൻ കോടതി പറയുന്നത് പോലെ ചെയ്യുമോ എന്ന് സംശയമാണ്. അവർ അന്വേഷിച്ചു നൽകുന്ന റിപ്പോർട്ടിൽ പിണറായിക്കെതിരെ എന്തെങ്കിലും പറയാൻ തയ്യാറാകുമോ എന്നും സംശയമുണ്ടെന്നും അതിനാലാണ് അന്വേഷണം CBIക്ക് വിടണമെന്ന് പറയുന്നതെന്നും കെ മുരളീധരൻ പറഞ്ഞു. കോൺഗ്രസ് എല്ലാ കാലത്തും വിശ്വാസികൾക്കൊപ്പമാണെന്നും ഇത്തരത്തിലുള്ള എല്ലാ സന്ദർഭങ്ങളിലും ഉറച്ച രാഷ്ട്രീയ തീരുമാനമെടുത്ത പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ജനത്തിന്റെ വിശ്വാസത്തിന് മുറിവേൽക്കുമ്പോൾ ഒരു കാഴ്ചക്കാരനെ പോലെ നോക്കി നിൽക്കാൻ കോൺഗ്രസിനാകില്ല. അതുകൊണ്ട് തന്നെയാണ് മുമ്പ് ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന്റെ കാര്യത്തിലും ധൈര്യസമേതം കോൺഗ്രസ് വിശ്വാസികൾക്കൊപ്പം നിന്നതെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ഒക്ടോബർ 16 മുതൽ 19 വരെ ലിബർട്ടി തിയേറ്റർ സമുച്ചയത്തിൽ സംഘടിപ്പിക്കുന്ന തലശ്ശേരി രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഒക്ടോബർ 16 വ്യാഴാഴ്ച തിരിതെളിയും. വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് N. ഷംസീർ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ടിഫ് എന്നതാണ് ഈ ഫെസ്റ്റിവലിൻ്റെ പേര്, തലശ്ശേരി ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ. നമ്മുടെ തലശ്ശേരിയുടെ ആധുനിക തലശ്ശേരിയുടെ പിതാവെന്ന് വിളിക്കാൻ സാധിക്കുന്ന കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും മുതിർന്ന നേതാവും തലയെടുപ്പുള്ള നേതാവുമായ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഹോം മിനിസ്റ്ററും ടൂറിസം മന്ത്രിയൊക്കെയായി കേരളത്തിൽ ഒരു കൊച്ചു കുഞ്ഞിന് പോലും പരിചയമുള്ള ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ ട്രിബ്യൂട്ടായിട്ടാണ് ഈ ഫെസ്റ്റിവലിലൂടെ സംഘടിപ്പിക്കുന്നത്. ഫെസ്റ്റിവൽ നാളെ 16-ാം തീയതി വൈകുന്നേരം രാവിലെ ഫിലിം പ്രദർശനം ആരംഭിക്കും. വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട വ്യവസായം കയർ വകുപ്പ് മന്ത്രി ശ്രീ P. രാജീവാണ്. വ്യവസായ മന്ത്രി P. രാജീവ് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. സ്പീക്കർ അഡ്വക്കേറ്റ് N. ഷംസീർ അധ്യക്ഷനാവും. ഉദ്ഘാടന ചടങ്ങിന് ശേഷം കാൻ മേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് പ്രദർശിപ്പിക്കും. ലിബർട്ടി ലിറ്റിൽ പാരഡൈസിൽ വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ KM ചമുന റാണി ടീച്ചർ, ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ പ്രേംകുമാർ, ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർപേഴ്സണും സംവിധായകനുമായ K. മധു, നടനും സംവിധായകനുമായ ശങ്കർ രാമകൃഷ്ണൻ, സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവായ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് M. സ്നേഹ, ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി C. അജോയ്, നിർമ്മാതാവ് ലിബർട്ടി ബഷീർ തുടങ്ങിയവർ പങ്കെടുക്കും. നമ്മുടെ കഴിഞ്ഞ IFFKയിൽ 29ാമത്തെ IFFK പ്രദർശിപ്പിച്ച 177 സിനിമകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 55 സിനിമകളാണ്
ഇവിടെ ഈ മേളയിൽ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടന ചിത്രം തന്നെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പുരസ്കാരം നേടിയ പായൽ കപാഡിയയ്ക്ക് ആ പുരസ്കാരം നേടിക്കൊടുത്ത സിനിമയാണ് ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് എന്ന സിനിമ. അതാണ് ഉദ്ഘാടന ചിത്രമായിട്ട്. അത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു കാൻ ഫിലിം ഫെസ്റ്റിവലിൽ നമുക്കൊരു പുരസ്കാരം ലഭിക്കുന്നത്. ആ ശ്രദ്ധേയമായ സിനിമയാണ് ഉദ്ഘാടന ചിത്രം. അതിൽ മലയാളി താരങ്ങളുമൊക്കെ അഭിനയിക്കുന്ന സിനിമയാണ്. കനി കുസൃതിയും ദിവ്യപ്രഭയും നമ്മുടെ അസീസ് ഒക്കെ അഭിനയിക്കുന്ന ഒരു, അതുപോലെ ഹൃദു ഹാറൂൺ തുടങ്ങിയ മലയാളി സാന്നിധ്യങ്ങളൊക്കെയുള്ള അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ സിനിമയാണ് നമ്മുടെ ഉദ്ഘാടന ചിത്രം. ഒപ്പം നമ്മുടെ ലോക സിനിമാ വിഭാഗത്തിലുള്ള കുറേ സിനിമകളുണ്ട്. ഇന്ത്യൻ സിനിമ വിഭാഗത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകൾ, മലയാള സിനിമാ വിഭാഗത്തിലുള്ള എല്ലാം ചേർന്നിട്ടാണ് 85 സിനിമകൾ. ഇത് കഴിഞ്ഞ ഡിസംബറിൽ തിരുവനന്തപുരത്ത് നടന്ന 29ാമത് IFFKയിൽ പ്രദർശിപ്പിച്ച 177 സിനിമകളിൽ നിന്നും തെരഞ്ഞെടുത്ത 55 ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കുക. മത്സര വിഭാഗത്തിൽ നിന്നുള്ള 14 ചിത്രങ്ങൾ, ലോക സിനിമാ വിഭാഗത്തിൽ നിന്നുള്ള 12 ചിത്രങ്ങൾ, ഫെസ്റ്റിവൽ ഫേവറേറ്റ് വിഭാഗത്തിൽ നിന്നുള്ള 5 ചിത്രങ്ങൾ, 12 മലയാള ചിത്രങ്ങൾ, 7 ഇന്ത്യൻ സിനിമകൾ, കലൈഡോസ്കോപ്പ്, ഫീമെയിൽ ഗേസ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്, ആർമീനിയൻ ഫോക്കസ് എന്നീ വിഭാഗങ്ങളിൽ നിന്നുള്ള ഓരോ ചിത്രങ്ങളാണ് മേളയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മേളയുടെ ഭാഗമായി MT വാസുദേവൻ നായർക്ക് ആദരമർപ്പിച്ചുകൊണ്ടുള്ള കാലം മായാചിത്രങ്ങൾ എന്ന ഫോട്ടോ എക്സിബിഷൻ ലിബർട്ടി തിയേറ്റർ പരിസരത്ത് ഒരുക്കിയ പവലിയനിൽ സംഘടിപ്പിക്കും. ലിബർട്ടി തിയേറ്റർ പരിസരത്ത് ഒരുക്കിയ പവലിയനിൽ ഒക്ടോബർ 17, 18 തീയതികളിൽ ഓപ്പൺ ഫോറം ഉണ്ടായിരിക്കും. ചലച്ചിത്ര പ്രവർത്തകരും ഡെലിഗേറ്റുകളും സിനിമയിലെ സമകാലിക പ്രവണതകളെക്കുറിച്ചുള്ള ആശയ സംവാദത്തിൽ പങ്കെടുക്കും. ഒക്ടോബർ 17, 18 തീയതികളിൽ തലശ്ശേരി ജവഹർ ഘട്ടിൽ കലാസാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കും. 17 വൈകിട്ട് 6:30 രാഘവല്ലി ബാൻഡും 18 വൈകിട്ട് മദ്രാസ് മെയിൽ ബാൻഡും സംഗീത പരിപാടികൾ അവതരിപ്പിക്കും. തലശ്ശേരി പേൾവ്യൂ റീജൻസിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ പ്രേംകുമാർ, സെക്രട്ടറി C അജോയ്, ഡെപ്യൂട്ടി ഡയറക്ടർ ഫെസ്റ്റിവൽ H ഷാജി, പ്രദീപ് ചൊക്ലി, SK അർജുൻ, സുരാജ് ചിറക്കര എന്നിവർ പങ്കെടുത്തു. പരസ്യ വിമർശനത്തിലും കുത്തുവാക്കുകളിലും മനനൊന്ത് കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബു വിടവാങ്ങിയിട്ട് ഇന്ന് 1 വർഷം. യാത്രയപ്യോഗത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ നടത്തിയ പ്രസംഗമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് കുടുംബം ഇപ്പോഴും പറയുന്നത്. 2024 ഒക്ടോബർ 14 വൈകിട്ട് 4 മണിക്ക് സ്ഥലം മാറിപ്പോകുന്ന കണ്ണൂർ ADM നവീൻ ബാബുവിന് റവന്യൂ ഉദ്യോഗസ്ഥരുടെ യാത്രയപ്പിലേക്കാണ് ക്ഷണമില്ലാതെ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ എത്തിയതും അധിക്ഷേപ പ്രസംഗം നടത്തിയതും. ദിവ്യയുടെ വാക്കുകളാണ് നവീൻ ബാബുവിന്റെ ജീവനെടുത്തതെന്നാണ് കുടുംബം പറയുന്നത്. രാത്രി 8:45 മലബാർ എക്സ്പ്രസിൽ ചെങ്ങന്നൂരിലെ വീട്ടിലേക്ക് പോകേണ്ട നവീൻ ബാബു കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെത്തിയെങ്കിലും ട്രെയിൻ കയറിയില്ല. പിറ്റേന്ന് രാവിലെ 7 മണിക്ക് പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ ഡ്രൈവർ എത്തിയപ്പോൾ കണ്ടത് നവീൻ ബാബുവിനെ തൂങ്ങി മരിച്ച നിലയിലാണ്. യാത്രയപ്പ് യോഗത്തിലെ അധിക്ഷേപ പരാമർശം അപ്പോഴേക്കും നാടെങ്ങും പടർന്നിരുന്നു. 2ാം ദിവസം ആത്മഹത്യാ പ്രേരണാകുറ്റത്തിന് CPM നേതാവ് കൂടിയായ PP ദിവ്യക്കെതിരെ പോലീസ് കേസെടുത്തു. പ്രതിഷേധം കനത്തു. സമ്മർദ്ദത്തെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ദിവ്യ രാജിവെക്കുകയും ചെയ്തു. ഒക്ടോബർ 29 മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ PP ദിവ്യ പോലീസിൽ കീഴടങ്ങി. രാഷ്ട്രീയ സമ്മർദ്ദം ഏറിയതോടെ സംരക്ഷണം അവസാനിപ്പിച്ച് നവംബർ 7 PP ദിവ്യക്കെതിരെ പാർട്ടിക്ക് നടപടിയെടുക്കേണ്ടി വന്നു. ADM കൈക്കൂലി വാങ്ങിയെന്ന TV പ്രശാന്തന്റെ ആരോപണത്തിന് തെളിവില്ലെന്ന് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ A ഗീതയുടെ റിപ്പോർട്ടിലും വിജിലൻസ് സ്പെഷ്യൽ സെല്ലിന്റെ റിപ്പോർട്ടിലും പറയുന്നത്. ഇതാണ് കുടുംബത്തിന്റെ പിടിവള്ളി. എന്നാൽ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുണ്ടെന്നാണ് പ്രതിഭാഗത്തിന്റെ അവകാശവാദം. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. ഇരിട്ടി പഴയ പാലത്തിൽ KSRTC സ്വിഫ്റ്റ് ബസ് ഇടിച്ച് അപകടം, 8 പേർക്ക് പരിക്ക്. ബംഗളൂരുവിൽ നിന്നും പയ്യന്നൂരിലേക്ക് വരികയായിരുന്ന KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബുധനാഴ്ച പുലർച്ചെ 4 മണിയോടെയായിരുന്നു അപകടം. ഇരിട്ടി പഴയ പാലത്തിൽ KSRTC സ്വിഫ്റ്റ് ബസ് ഇടിച്ചാണ് അപകടം. 8 പേർക്ക് പരിക്കേറ്റു. ബാംഗ്ലൂരിൽ നിന്നും പയ്യന്നൂരിലേക്ക് പോകുന്ന KSRTC ബസ്സാണ് ബുധനാഴ്ച പുലർച്ചെ 4 മണിയോടെ അപകടത്തിൽപ്പെട്ടത്. ഇരിട്ടി പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. കോഴിക്കോട് ജില്ലയിൽ നിന്നും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കണ്ണൂർ ജില്ലയിലേക്ക് വിതരണം ചെയ്യാൻ വേണ്ടി കടത്തുകയായിരുന്ന വാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ജില്ലാ എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡും തലശ്ശേരി നഗരസഭ ആരോഗ്യ വിഭാഗവും ചേർന്ന് പിടികൂടി. പലതരത്തിലുള്ള 1.5 കിഞ്ചറിലധികം നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും വ്യാജ ബയോ ക്യാരി ബാഗുകളുമാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് സ്ക്വാഡ് പിടിച്ചെടുത്തത്.
പലതരത്തിലുള്ള 1.5 കിൻഡലിലധികം നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും വ്യാജ ബയോ ക്യാരി ബാഗുകളുമാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് പിടികൂടിയത്. തലശ്ശേരി, തളിപ്പറമ്പ്, പയ്യന്നൂർ ടൗണുകളിലേക്ക് വിതരണം ചെയ്യാനുള്ള നിരോധിത ഉൽപ്പന്നങ്ങളാണ് വണ്ടിയിൽ നിന്ന് കണ്ടെടുത്തത്. ബയോ ക്യാരി ബാഗ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി QR കോഡ് ഉൾപ്പെടെയുള്ള രേഖപ്പെടുത്തലുകളുള്ള നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നു. പിടിച്ചെടുത്ത വ്യാജ ക്യാരി ബാഗുകൾ മലിനീകരണ നിയന്ത്രണ ബോർഡ് നിർദ്ദേശപ്രകാരമുള്ള ഡൈക്ലോറോ മീഥൈൽ ടെസ്റ്റ് തത്സമയം നടത്തി ഉറപ്പുവരുത്തി. ഡൈക്ലോറോ മീഥൈൻ ലായനിയിൽ ബയോ ക്യാരി ബാഗുകൾ പൂർണ്ണമായി ലയിക്കുമെങ്കിലും പ്ലാസ്റ്റിക് ലയിക്കില്ല. വടകരയിലെ TV തോമസിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റാർ നൈലോൺ എന്ന സ്ഥാപനത്തിന്റെ KL18 G2424 എന്ന വാഹനത്തിൽ നിന്നുമാണ് നിരോധിത ഉൽപ്പന്നങ്ങൾ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടിയത്. ഇതേ വാഹനത്തിൽ നിന്നും മുൻപ് 2 തവണയായി മട്ടന്നൂർ നഗരസഭാ പരിധിയിൽ നിന്ന് നിരോധിത ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തിരുന്നു. 35,000 രൂപ പിഴ ചുമത്തിയിരുന്നു. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ രഘുവരൻ TV, KR അജയ്കുമാർ, PS പ്രവീൺ, നഗരസഭാ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ B അനിൽകുമാർ, E ദിനേശ് എന്നിവർ പങ്കെടുത്തു. കണ്ണൂർ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്, തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് വടകരയിൽ നിന്ന് സാധനങ്ങൾ, വ്യാജ ബയോ ക്യാരി ബാഗുകൾ, അതുപോലെ തന്നെ നിരോധിച്ച ക്യാരി ബാഗുകൾ വിൽപ്പന നടത്താൻ വേണ്ടി കൊണ്ടുവന്ന വണ്ടിയാണ് ഞങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നത്. ഇതേ സ്ഥാപനത്തിന് തന്നെ മുമ്പ് ഞങ്ങൾ സ്ക്വാഡ് കണ്ണൂരിൽ നിന്നും മറ്റൊരു നിന്നൊക്കെ വെച്ച് പിടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 65 കിലോ കൂടുതൽ ബയോ ക്യാരി ബാഗുകളും വ്യാജ ബയോ ക്യാരി ബാഗുകളും അതുപോലെ തന്നെ നിരോധിത ക്യാരി ബാഗുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. തലശ്ശേരി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ ഡെലിഗേറ്റ്സ് പാസ് വിതരണോദ്ഘാടനം തലശ്ശേരി നടന്നു. വേൾഡ് വ്യൂ ഏജൻസിയിൽ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് കിറ്റ് വിതരണോദ്ഘാടനം നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ ചലച്ചിത്ര താരം റിയ ആയിഷയ്ക്ക് കൈമാറി നിർവഹിച്ചു. തുടർന്ന് ലിബർട്ടി തിയേറ്ററിലെ ഡെലിഗേറ്റ് സെല്ലിൽ കിറ്റുകൾ വിതരണം ചെയ്തു. തലശ്ശേരി വേൾഡ് വ്യൂ റീജൻസിയിൽ നടന്ന പരിപാടിയിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ, സെക്രട്ടറി C അജോയ്, ഫെസ്റ്റിവൽ ഡെപ്യൂട്ടി ഡയറക്ടർ H ഷാജി, പ്രദീപ് ചൊക്ലി, SK അർജുൻ, സുരാജ് ചിറക്കര എന്നിവർ പങ്കെടുത്തു. ഒക്ടോബർ 16 മുതൽ 19 വരെ ലിബർട്ടി തിയേറ്റർ സമുച്ചയത്തിലാണ് ഫെസ്റ്റിവൽ. മാഹി സെന്റ് തെരേസ ബസലിക്കയിലെ വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതിയുടെ തിരുനാൾ ദിനത്തിൽ ആയിരങ്ങളുടെ ശയനപ്രദക്ഷിണം. പുലർച്ചെ 1-നാണ് ശയനപ്രദക്ഷിണം നടന്നത്. രാവിലെ 7 മുതൽ തുടർച്ചയായ ദിവ്യബലികളുമുണ്ടായിരുന്നു. മാഹി സെയിന്റ് തെരേസ ബസലിക്കയിലെ വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതിയുടെ തിരുനാൾ ദിനത്തിൽ പുലർച്ചെ 1-നാണ് ശയനപ്രദക്ഷിണം ആരംഭിച്ചത്. രാവിലെ മുതൽ തുടർച്ചയായി ദിവ്യബലികളും ഉണ്ടായി. തുടർന്ന് 10:30 നടന്ന ആഘോഷമായ ദിവ്യബലിക്ക് കോഴിക്കോട് അതിരൂപത മെത്രോപൊലിത്ത ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് 5-ന് നടന്ന സ്നേഹസംഗമത്തിലും മെത്രാപ്പൊലിത്ത പങ്കെടുത്തു. രമേശ് പറമ്പത്ത് MLA ഉദ്ഘാടനം ചെയ്തു.
19 വൈകിട്ട് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി ആഘോഷമായ ദിവ്യബലി അർപ്പിക്കും. 18 ദിവസത്തെ തിരുനാളിന് 22-ന് കൊടിയിറങ്ങും. KSEB ഉദ്യോഗസ്ഥരിലും കലാകാരന്മാർക്ക് പഞ്ഞമില്ലെന്ന് തെളിയിച്ച് കൊച്ചു സിനിമ പുറത്തിറങ്ങി. KSEB പെരിങ്ങത്തൂർ സെക്ഷനിലെ ജീവനക്കാരാണ് അരമണിക്കൂർ ദൈർഘ്യമുള്ള കൊച്ചു ചിത്രം മലയോര കാഴ്ചകൾ നിർമ്മിച്ചത്. KSEB ഉദ്യോഗസ്ഥരും മക്കളുമൊക്കെ വേഷമിട്ട ചിത്രം KSEB നൽകുന്ന സേവനങ്ങളാണ് പ്രമേയമാക്കുന്നത്. പെരിങ്ങത്തൂർ, കോടിയേരി, പാനൂർ സെഷനുകളിലെ 21 ജീവനക്കാരാണ് മലയോര കാഴ്ചകളിലെ അഭിനേതാക്കൾ. എല്ലാവരും കാഴ്ചവെച്ചത് ഒന്നിനൊന്ന് മികച്ച പ്രകടനം. C. വിനോദ് കുമാർ, MM ഷനിൽ, AP വിജേഷ്, RS അശ്വതി, K. ബിന്ദു, മേബിൾ ജയൻ, രേഷ്മ അനിൽകുമാർ, അനിൽ പുല്ലൂക്കര, KC വിജേഷ്, സാജൻ നെടുമ്പ്രം എന്നിവരടക്കം അഭിനേതാക്കളെല്ലാം തങ്ങളുടെ വേഷങ്ങൾ ഗംഭീരമാക്കി. എനിക്കൊരു ചായ ഒരു അടിപൊളി ചായ വേഗം വേണം. സാവിത്രിക്കുട്ടി എങ്ങോട്ടാ ഇത്ര തിരക്കിട്ടിട്ട്? KSEB വരെ ഒന്ന് പോണം. വീടിന്റെ തറ കെട്ടിയിട്ടിട്ട് കാലം കുറയായി. കറണ്ട് കണക്ഷൻ എടുക്കണം. ലൈഫ് മിഷന്റെ ആദ്യത്തെ കൂടെ കിട്ടിയില്ലേ? ആദ്യത്തെ കിട്ടിയതിനാ തറ ഇട്ടത്. മീനാക്ഷി അമ്മ, അത് ഞാനാ. ഇതല്ല ബഷീർ, ഇവിടെ കറണ്ട് ഉണ്ടല്ലോ. ഞങ്ങൾ KSEB എന്താ ഇപ്പൊ ബില്ലെല്ലാം കൃത്യമായിട്ട് അടക്കുന്നുണ്ടല്ലോ. അതല്ല, ആ ചെമ്പകച്ചോട്ടിൽ മീനാക്ഷി അമ്മ. ഓ, അതങ്ങ് കുന്നുമ്മല. വലിയ കഷ്ടത്തിലാ സാറേ. വെളിച്ചമില്ല, വഴിയുമില്ല, ഒറ്റക്ക. പുറം ലോകമായിട്ട് യാതൊരു ബന്ധമില്ല. അതങ്ങ് കാട്ടുമുക്കില്ല. ഇല്ല, അവർക്ക് മക്കളൊന്നുമില്ല. മോനങ്ങ് ദൂരെ പണിക്ക് പോയിക്കാം. മോളെ വയനാട്ടിലേക്ക് കെട്ടിച്ചയച്ചിരിക്കുക. ഭർത്താവിന് ആന കുത്തി കൊന്നതാ. അടുപ്പിന്റെ വെളിച്ചത്തിലാ ജീവിതം. അതുങ്ങളെ സഹായിച്ചാൽ സാറിനൊക്കെ പുണ്യം കിട്ടും. എന്നാ ശരി, ആയിക്കോട്ടെ. അതുപോലെ തന്നെ സർവീസ് കണക്ഷൻ അപ്ലൈ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതില് KSEBയുടെ ആപ്പ് എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. ഇതിൽ മലയാളവും ഇംഗ്ലീഷും നമുക്കിതിൽ കാണാൻ കഴിയും. പിന്നെ ഇതിലെല്ലാ സേവനങ്ങളും നമുക്ക് ഇതുവഴി ചെയ്യാൻ കഴിയും. ഇതിനു വേണ്ടി ചേച്ചി സർവീസ് കണക്ഷന് വേണ്ടി അപേക്ഷിക്കുക. അപേക്ഷിക്കുന്നതിന് വേണ്ടി ചേച്ചിയുടെ ഒരു ഫോട്ടോ, ചേച്ചിയുടെ തിരിച്ചറിയൽ കാർഡ്, അതുപോലെ ഓണർഷിപ്പ്, ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന ഏതെങ്കിലും ഒരു രേഖ ഇതിനോടൊപ്പം വെച്ചാൽ മതിയാവും. ബാലതാരങ്ങളായി എത്തിയതും ജീവനക്കാരുടെ മക്കൾ തന്നെയാണ്. ഓവർസിയർ CP രഞ്ജിത്ത് സംവിധായക മേലങ്കി അണിഞ്ഞപ്പോൾ സിനിമകളിലടക്കം വ്യക്തിമുദ്ര പതിപ്പിച്ച MR ജോസ് കഥ, തിരക്കഥ, സംഭാഷണവും ഒരുക്കി. നമസ്കാരം, ഞാൻ MR ജോസ്. ഇപ്പോൾ മലയോര കാഴ്ചകൾ എന്നുള്ള സബ്ജക്റ്റിൻ്റെ റൈറ്ററാണ്. ഏതാനും സിനിമകളും സീരിയലൊക്കെ എഴുതിയുള്ള ആൾ തന്നെയാണ്. ഈ സബ്ജക്റ്റ് എഴുതാനുള്ള കാരണം KSEBയെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളും സാധാരണ ജനങ്ങൾക്കിടയിൽ അവരെ വിളിച്ചെടുക്കില്ല, ഫോണെടുക്കില്ല, ജനങ്ങളോട് സഹകരിക്കുന്നില്ല എന്നൊക്കെ ഒരു തെറ്റായ ധാരണയുണ്ട്. അത് നമ്മളെ ചെറിയ പ്രവർത്തനം കൊണ്ടൊന്ന് മാറ്റിയെടുക്കാം എന്ന് വെച്ച് മനസ്സിൽ വെച്ചത് കൊച്ചു സിനിമ പോലത്തെ ഒരു കഥയാണിത്. എഡിറ്റിംഗ് ഷെലീഷ് ലാലും, മേക്കപ്പ് ഷെനീജ് ശില്പവും നിർവഹിച്ചു. മലയോര കാഴ്ചകൾ KSEB പാവപ്പെട്ടവർക്ക് നൽകുന്ന സേവനങ്ങളുടെ കൂടി ഇതിവൃത്തമാണ്. എൻ്റെ പേര് വിനോദ് കുമാർ എന്നാണ്. പെരിങ്ങത്തൂർ സെക്ഷനിൽ വർക്ക് ചെയ്യാണ് ഓവർസിയറായിട്ട്. അപ്പം പെരിങ്ങത്തൂർ സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന നമ്മൾ ഒരു ടെലിഫിലിം എടുക്കണമെന്ന ഒരു ആശയത്തിൻ്റെ ഭാഗമായി രഞ്ജിത്ത് CP നമ്മളൊരു സഹപ്രവർത്തകർ കൂടിയാണ്. അപ്പോൾ രഞ്ജിത്ത് CP പറഞ്ഞ് നമുക്കിങ്ങനെ ഒരു സിനിമ എടുക്കാം. അപ്പോൾ അങ്ങനെയാണ് ഒരു മലയോര കാഴ്ചകൾ എന്ന ടെലിഫിലിം നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്തുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ KSEB സെക്ഷനിലെ പെരിങ്ങത്തൂർ സെക്ഷനിലെയും തൊട്ടടുത്തുള്ള സെക്ഷനിലെയും ജീവനക്കാരും അവരുടെ മക്കളും കൂടിയിട്ടാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. ഞാൻ രഞ്ജിത്ത്, മലയോര കാഴ്ചകൾ എന്ന കുഞ്ഞു സിനിമയുടെ ഡയറക്ടറാണ്. നമ്മൾ ഈ KSEB പെരിങ്ങത്തൂർ സെക്ഷൻ കുറച്ച് നാളായി എന്നോട് ഒരു ചെറിയ സിനിമ ചെയ്യാൻ വേണ്ടി നിരന്തരം അഭ്യർത്ഥിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഞാൻ ചെയ്ത ഒരു ചെറിയ സിനിമയാണ് ഈ മലയോര കാഴ്ചകൾ എന്ന സിനിമ. എന്താണെന്ന് വെച്ചാൽ ഈ കഥ തിരഞ്ഞെടുപ്പം തന്നെ ഞാൻ MR സാറിനോട് സംസാരിച്ചു തന്നെ. നമ്മൾ ചെയ്ത കുറേ നല്ല നന്മകളുണ്ട്. അത് നിരന്തരം പത്രങ്ങളൊക്കെ കാണുന്ന കുറേ വാർത്തകൾ, KSEBക്കാർ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു, പക്ഷേ ഇതൊന്നും ജനങ്ങളിലേക്ക് നല്ല രീതിയിൽ എത്തിച്ചേർന്നില്ല എന്നുള്ള ഒരു ധാരണ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതൊരു സിനിമയുടെ ചിത്രത്തിൽ ചെറിയൊരു സാധനമാണ്, അതെങ്ങനെ നമുക്ക് പൊലിപ്പിച്ച് വലിയ രീതിയിലായി നല്ല ചിത്രങ്ങളായി ജനങ്ങളിൽ എത്തിക്കാന്നുള്ള ഒരു പരിശ്രമമായിരുന്നു ഈ സിനിമയുണ്ടായ. ഇടുക്കിയിലെ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലേക്ക് സൗജന്യ വൈദ്യുതി ഉൾപ്പെടെയുള്ള സേവനങ്ങൾ എത്തിക്കാൻ ജീവനക്കാർ സഹിച്ച ത്യാഗവും സിനിമ വരച്ചുകാട്ടി. മീനാക്ഷമ്മേ,
ആരാ? എന്താ കാര്യം? ഒന്നുമില്ല അമ്മച്ചി, നമ്മൾ കറണ്ടിന്റെ ആൾക്കാരാ. ആശ്വാസായി. പുതിയ ആൾക്കാരെ കാണുമ്പോ ചങ്കൊന്ന് പടച്ചു. ഉള്ളിൽ തീയാണ് മക്കളെ. ഒരു മോനാണ്, അവനങ്ങ് കർണാടകത്തിലാ, അതുകൊണ്ടാ. മെമ്പർ സേവിയർ നിങ്ങളുടെ കാര്യം സൂചിപ്പിച്ചിരുന്നു. എത്രയും പെട്ടെന്ന് കറണ്ട് ശരിയാക്കി തരാം. അല്ല, ഇവിടെ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഉണ്ടാ? അതേ ഉള്ളൂ. ആന വരും, പുലി വരും, പന്നി വരും. ഒരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു, അതിനെയാണെ പട്ടിപ്പുലി പിടിച്ചിട്ട് പോയി. ഇപ്പൊ പേടി ശീലമായി. പുറത്തൊരു വെട്ടം ഉണ്ടെങ്കിൽ അവറ്റകൾ മാറിപ്പോയേനെ. പുതിയ നിയമങ്ങൾ വന്നപ്പോ മണ്ണെണ്ണ ഇല്ലാണ്ടായി. ഒക്കെ നമുക്ക് ശരിയാക്കാം. ഇനി ആഫീസിൽ വരേണ്ടി വരുമോ? നടക്കാൻ വയ്യ. വേണ്ട വേണ്ട, നമ്മളെ സാറുമാർ ഇവിടെ വരും. അല്ല, ഇന്ന് നിങ്ങൾ എന്തെങ്കിലും ആഹാരം കഴിച്ചിരുന്നോ? കുറച്ച് കാച്ചിക്കഞ്ഞി കിട്ടിയത്, അതും പുഴുങ്ങി കുറച്ച് കട്ടൻ ചായയും കാച്ചി കുടിച്ചു. ഉണ്ണമഞ്ഞ് കാരണം ഒന്നും വെച്ചാൽ കിട്ടുന്നില്ല. മോൻ എപ്പോഴാ വരവ്? ഒരു 2-3 മാസം കൂടുമ്പോഴാ വരിക. 3-4 ദിവസം കുശാല. ആ മുത്താറിയൊക്കെ കൊണ്ട് തരും. KSEB ഉദ്യോഗസ്ഥരെയും സുഹൃത്തുക്കളെയും ഒക്കെ വിളിച്ചുകൂട്ടിയുള്ള സിനിമയുടെ ആദ്യ പ്രദർശനം തലശ്ശേരി ലിബർട്ടി പാരഡൈസ് സ്യൂട്ടിൽ നടന്നു. KSEB നോർത്ത് മലബാർ ചീഫ് എഞ്ചിനീയർ ഹരീശൻ മൊട്ടേമൽ ഭദ്രദീപം തെളിയിച്ച് ആദ്യ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ആദ്യമായി പറയാനുള്ളത്, ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ആദ്യമായി അറിയിക്കുന്നു. നമ്മൾ KSEBയുടെ സർവീസും അധ്യക്ഷൻ പറഞ്ഞ പോലെ ഈ സർവീസും മറ്റു കാര്യങ്ങളും വിശദമായി ജനങ്ങൾക്ക് മനസ്സിലാക്കുന്ന വിധത്തിൽ ഇവിടെ സ്വന്തമായി നിർമ്മിച്ച് ആവിഷ്കരിച്ച് ഉണ്ടാക്കിയതാണ് പെരിങ്ങത്തൂർ സെക്ഷൻ. PK ബഷീർ അധ്യക്ഷത വഹിച്ചു. C ഷൈജു, K ജിതേഷ്, M ലതീഷ്, മനോജ് കുമാർ, C വിനോദ്, PK ഗ്രീനീഷ് എന്നിവർ സംസാരിച്ചു. P ബിനീഷ് സ്വാഗതം പറഞ്ഞു. KSEB ഉദ്യോഗസ്ഥരെക്കുറിച്ചുള്ള ധാരണകൾ പൊളിച്ചെഴുതാൻ പോകുന്നതാണ് സിനിമയെന്ന് കണ്ടിറങ്ങിയവർ അഭിപ്രായപ്പെട്ടു. KSEB പെരിങ്ങത്തൂർ സെക്ഷൻ ഓഫീസിലെ ജീവനക്കാർ നിർമ്മിച്ചിട്ടുള്ള ഈ സിനിമ KSEBയിലെ വിവിധ സേവനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വളരെ ഉപകാരപ്രദമായിരുന്നു എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് അഭിനയിച്ചിട്ടുള്ള അതിൻ്റെ അഭിനേതാക്കൾ, മറ്റ് കലാകാരന്മാരെല്ലാം പരമാവധി പെരിങ്ങത്തൂർ സെക്ഷൻ ഓഫീസിലെ ജീവനക്കാരാണ് എന്നുള്ളതും KSEBയിലെ മറ്റ് സ്ഥലങ്ങളിലെ ജീവനക്കാരാണ് എന്നുള്ളതെല്ലാം വളരെ സന്തോഷം നൽകുന്നതാണ്. നമ്മുടെ നരിക്കോട് വാഴമല ഞാനിപ്പോൾ കാണിച്ചധികം ഭാഗങ്ങളും പക്ഷെ നല്ല രീതിയിൽ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് തോന്നിയത് വളരെ നല്ലതായിരുന്നു. നമ്മളെ KSEBനെ പറ്റിയിട്ടുള്ള പല തെറ്റിദ്ധാരണകളും മാറാൻ ഈ ഒരു സിനിമ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ജനങ്ങൾക്കൊരു നല്ലൊരു അവബോധം വരുത്താനും ഈ ഒരു സിനിമ എല്ലാവർക്കും നല്ല പ്രചോദനമായിട്ടുണ്ടാവും. ജനങ്ങൾക്ക് വൈദ്യുതി ബോർഡ് നൽകുന്ന സേവനങ്ങളെ പറ്റിയും ജനങ്ങൾക്ക് ബോർഡിൽ നിന്ന് കിട്ടാനുള്ള പല കാര്യങ്ങളെ പറ്റിയിട്ടും ഒരു പുതിയ അനുഭവമായിട്ട് ഈ കുഞ്ഞു സിനിമ മാറുമെന്നാണ്. ഇനി നാളെ അങ്ങോട്ട് യൂട്യൂബിലൊക്കെ ഇത് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കൂടി ഇതിൻ്റെ എല്ലാ വശങ്ങളും നമ്മളെ വൈദ്യുതി ബോർഡിലെ ജീവനക്കാരെ പറ്റി സമൂഹത്തിനുള്ള തെറ്റിദ്ധാരണകളും നമ്മളെ തിരക്ക് പിടിച്ച ജോലിക്കിടയിൽ നടത്തുന്ന ഇത്തരം നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ കൂടി സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ ഈ ചെറിയ കുഞ്ഞു സിനിമയ്ക്ക് ഒരു പരിശ്രമം നടത്തി എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ. മലയോര കാഴ്ചകൾ എന്നത് ഒരു സിനിമയല്ല, യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, കേരളത്തിലെ ഇടമലക്കുടി എന്ന ഒരു ഗോത്രവർഗ പഞ്ചായത്ത്, ആ പഞ്ചായത്തിനകത്ത് യാതൊരുവിധ റോഡും ഇന്ന് നിലവിലില്ല. ഒരു വാഹനം പോലും ഇന്ന് വരെ കടന്നു ചെല്ലാത്ത ഒരു ആദിവാസി ഗോത്ര ഗ്രാമമാണ് ഇടമലക്കുടി. അവിടെ KSEB എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന് സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിൻ്റെ ഭാഗമായി വൈദ്യുതി എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഈ സ്ഥാപനത്തിലെ ജീവനക്കാർ അവരുടെ കയ്യിൽ നിന്നും പൈസ മുടക്കിക്കൊണ്ടാണ് ഓരോ പാവപ്പെട്ട വീട്ടിലും വൈദ്യുതി കണക്ഷന് വേണ്ടി വരുന്ന വയറിംഗ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. താരാധിപത്യമുള്ള ബിഗ് സ്ക്രീനിൽ തങ്ങളും കഥാപാത്രങ്ങളായതിൻ്റെ ത്രില്ലും അഭിമാനവും നടീനടന്മാരുടെ മുഖത്തും പ്രകടമായി. മലയോര കാഴ്ചകളെന്ന് പറയുന്ന
ഈ ഒരു ഹ്രസ്വ ചിത്രത്തിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. KCBയുടെ സേവനങ്ങളും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ഒരു സിനിമ സഹായമാകട്ടെ. മലയോര കാഴ്ചകൾ എന്ന ഈ ഹ്രസ്വ ചിത്രത്തിൽ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ മുന്നേ ആലക്തികം എന്ന KCBയുടെ തന്നെ ഒരു ഹ്രസ്വ ചിത്രത്തിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം കൂടി ഉണ്ടായാലും സന്തോഷം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ് തുടങ്ങിയവയ്ക്ക് മാത്രമാണ് പുറമെ നിന്നുള്ളവരുടെ സഹായം തേടിയത്. നിർദ്ദിഷ്ട തലശ്ശേരി തീരദേശ ഹൈവേയുടെ അലൈൻമെൻറ്റ് മാറ്റത്തിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച രാവിലെ മുതൽ ഉച്ചവരെ വ്യാപാരികളും തൊഴിലാളികളും പണിമുടക്കി. സൈതാർപള്ളിക്ക് സമീപത്തു നിന്നും രാവിലെ 10:30 പ്രകടനമായി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തി. ഭോജന സദസ്സും ഇതോടൊപ്പം നടന്നു. തീരദേശ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് വ്യാപാരികളും തൊഴിലാളികളും പണിമുടക്കിയത്. സൈതാർപള്ളിക്ക് സമീപത്തു നിന്നും പ്രകടനമായി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ബഹുജന സദസ്സ് സംഘടിപ്പിച്ചു. തലശ്ശേരി പട്ടണ തൊഴിൽ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക് നടത്തിയത്. സൈതാർപള്ളി മുതൽ പഴയ ബസ് സ്റ്റാൻഡ് വരെയുള്ള വ്യാപാരികളുടെയും ചുമട്ടുതൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും കെട്ടിട ഉടമകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധം നടന്നത്. തീരദേശ ഹൈവേ തലശ്ശേരി മെയിൻ റോഡ് വഴിയുള്ള അലൈൻമെന്റ് മാറ്റി പകരം കടലോരത്ത് കൂടി പോകണമെന്നാണ് ആവശ്യം. മെയിൻ റോഡിലൂടെ പോയാൽ 400ഓളം കടകളും 1000ഓളം തൊഴിലാളികളും നിരവധി അനുബന്ധ തൊഴിലാളികളും വഴിയാധാരമാകുമെന്ന് ഇവർ പറയുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് സ്റ്റേറ്റ് കമ്മിറ്റി ട്രഷറർ KS റിയാസ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെയൊക്കെ കാരണവന്മാരും നമ്മുടെയൊക്കെ ഉപ്പമാരും അച്ഛന്മാരും കൊടുത്ത സ്ഥലങ്ങളാണ്. സർക്കാരിനെ വികസനത്തിന്റെ പേരിൽ, റോഡിന്റെ പേരിൽ ഏറ്റവും പീഡിപ്പിക്കപ്പെട്ടവരാരാണ്? ഇവിടെ വാണിജ്യ സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ എന്തിനേറെ പറയുന്നു, മതസ്ഥാപനങ്ങൾ പോലും സ്ഥലങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. സ്ഥലങ്ങൾ വിട്ടുകൊടുക്കുന്നതിന് ഞങ്ങൾ എതിരല്ല. അതുപോലെ തന്നെ നമ്മൾക്ക് തുകകൾ കൊടുക്കുന്നതിന് നമ്മൾക്ക് എതിരല്ല. അതുപോലെ എല്ലാ സപ്പോർട്ടുകളും ചെയ്യാം. പക്ഷേ കാലാകാലം സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന തലശ്ശേരി എന്ന് പറയുന്ന കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു പൈതൃക സിറ്റിയായി ഇവിടെ നിലനിർത്തേണ്ട ഈ ഒരു സ്ഥലത്ത് പല രീതിയിലുള്ള പഠനങ്ങൾ നടത്തി തീരദേശത്തിന് വലിയൊരു അലൈൻമെന്റ് അല്ലെങ്കിൽ നല്ലൊരു അലൈൻമെന്റ് വന്നപ്പോൾ ആരാണ് എന്നറിയില്ല. ഉദ്യോഗസ്ഥന്മാരാണോ അല്ലെങ്കിൽ നാട്ടിലുള്ള ഏതെങ്കിലും വ്യക്തികളാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗമാണോ എന്നറിയില്ല. പട്ടണത്തെ കീറി മുറിച്ചുകൊണ്ട്, പട്ടണത്തിലുള്ള ഐക്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട്, പട്ടണത്തിലുള്ള ഉപജീവനം നടത്തുന്ന ആളുകളെ ഭിന്നമാക്കിക്കൊണ്ട് ഇവിടെയുള്ള ഉദ്യോഗസ്ഥര് മുന്നോട്ട് പോവുകയാണ്. തലശ്ശേരി പട്ടണ വ്യാപാര തൊഴിൽ സംരക്ഷണ സമിതി മുഖ്യ രക്ഷാധികാരി CC വർഗീസ് അധ്യക്ഷനായി. T രാഘവൻ, അഷ്റഫ് ലാല, AK സക്കരിയ, K അച്യുതൻ, KN പ്രസാദ്, VP അനിൽകുമാർ, EA ഹാരിസ്, PP ചിന്നൻ, CKP റയീസ്, PP കബീർ, T നൌഷൽ എന്നിവർ സംസാരിച്ചു. KP പ്രമോദ് സ്വാഗതവും PK നാസർ നന്ദിയും പറഞ്ഞു. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസായി വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. പള്ളൂർ ശ്രീ വിനായക കലാക്ഷേത്രം പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, പെൻസിൽ ഡ്രോയിങ്, വാട്ടർ കളർ, ശാസ്ത്രീയ സംഗീതം എന്നീ വിഷയങ്ങളിൽ വിദഗ്ധരായ അധ്യാപകരുടെ സേവനം. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഒക്ടോബർ 2 രാവിലെ 10 മണിക്ക് പള്ളൂർ ഗണപതി വിലാസം സ്കൂളിൽ വെച്ച് ആരംഭിക്കുന്നു. ബന്ധപ്പെടുക 953981 986 9447 642330. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി.
ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. മലയാള കലാഗ്രാമത്തിലെ നിലവിലുള്ള കോഴ്സുകളുടെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഭരതനാട്യം, കുച്ചിപ്പുടി, സംഗീതം, വയലിൻ, മൃദംഗം, പെയിന്റിംഗ്, മ്യൂറൽ പെയിന്റിംഗ്, യോഗ എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം. വിദഗ്ധ അധ്യാപകർ, വിസിറ്റിംഗ് ഫാക്കൽറ്റി സേവനങ്ങൾ. ബന്ധപ്പെടേണ്ട നമ്പർ 049023329161, 7907361149, 9447646125. Invest in paces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. വാർത്തകൾ തുടരുന്നു. RJD കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി JP ലോഹ്യ പക്ഷാചരണം സംഘടിപ്പിച്ചു. പുത്തൂർ PR ജന്മശതാബ്ദി മന്ദിരത്തിലാണ് പരിപാടി നടന്നത്. RJD ദേശീയ നിർവാഹക സമിതി അംഗം KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ ആത്മബലം നിലനിർത്തുന്നതിൽ ഗാന്ധിജി, JP ലോഹ്യ എന്നീ മഹാരഥന്മാർ വഹിച്ച പങ്ക് വളരെ വലുതാണെന്നും ജനാധിപത്യ സോഷ്യലിസ്റ്റ് ആശയങ്ങളെ മുറുകെ പിടിച്ച് രാജ്യത്തിന് ഇനിയും ഏറെ മുന്നേറാനുണ്ടെന്നും KP മോഹനൻ MLA പറഞ്ഞു. പഴയ കാലത്ത് തന്നെ ഈ ദിനങ്ങൾ ഒക്ടോബർ 2 മുതൽ 12 വരെയുള്ള ദിനങ്ങളിൽ ഗാന്ധി JP ലോഹ്യ ദിനം ആചരിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തകരെ അവരെ ഓർമ്മിക്കാനോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് പറയാനോ അല്ല നമുക്ക് ചിലപ്പോൾ പരിപാടി രൂപപ്പെടുത്തിയിരിക്കുന്നു. മറിച്ച് അങ്ങനെ പറയുമ്പോൾ നമ്മുടെ പാർട്ടി പ്രവർത്തകരൊക്കെ ഒത്തുചേർന്നുകൊണ്ട് നമ്മുടെ ബീജാഭാവം ഉണ്ടാക്കി തന്ന രാഷ്ട്രീയ നേതൃത്വമാണ്. മണ്ഡല പ്രസിഡന്റ് P ദിനേശൻ അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറി രവീന്ദ്രൻ കുന്നോത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി. മഹിളാ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് OP ഷീജ, N ധനജയൻ, കരുവാങ്ങണ്ടി ബാലൻ, TP അനന്തൻ മാസ്റ്റർ, MK രഞ്ജിത്ത്, ശ്രീജ M ചണ്ടയാട് എന്നിവർ സംസാരിച്ചു. VP മോഹനൻ സ്വാഗതവും KP നന്ദനൻ നന്ദിയും പറഞ്ഞു. മഹലിൽ ഉൾപ്പെട്ട കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സതുദ്ദേശത്തോടെ ഇടപെട്ട പള്ളി കമ്മിറ്റി ഭാരവാഹികളെ സമൂഹമധ്യത്തിൽ ഇകഴ്ത്തിക്കാട്ടാൻ ചിലർ ബോധപൂർവം ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നതായി ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ചൊക്ലി, നെടുമ്പ്രം, വെള്ളാശ്ശേരി മഹൽ ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളാണ് വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യം പറഞ്ഞത്. ഇതിന്റെ പിന്നിലെ ലക്ഷ്യം തിരിച്ചറിയണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു.
സ്വഭാവദൂഷ്യത്തിനും സാമ്പത്തിക തിരിമറിയുടെ പേരിലും കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കിയ 2 പേരാണ് പൊതുസമ്മതരും പ്രവർത്തന പാരമ്പര്യവും സ്വഭാവമഹിമയുമുള്ള YM അസീസ്, CP അസീസ്, M നജീബ് എന്നിവരെ താറടിച്ചു കാണിക്കാൻ ഇടപെടുന്നതെന്നും ഭാരവാഹികൾ ആരോപിച്ചു. ചൊക്ലി പോലീസ് നേരത്തെ രജിസ്റ്റർ ചെയ്ത ഒരു കേസിലെ FIR ഇതിന് കരുവാക്കുകയായിരുന്നു. പള്ളിക്കടുത്തുള്ള ഒരു വീട്ടിൽ നിയമവിധേയമല്ലാതെ നടന്ന വിവാഹവും ഇതുമായി ബന്ധപ്പെട്ട ബഹളത്തിലും ഉണ്ടാവാനിടയുള്ള അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ പോയവരെയാണ് അപകീർത്തിപ്പെടുത്താൻ വാർത്തകൾ പ്രചരിപ്പിച്ചതെന്നും ഇവർ ആരോപിച്ചു. പറഞ്ഞു തീർക്കാനും സാക്ഷികളാകാനും വേണ്ടിയിട്ട് മഹലിൻ്റെ അറിയാലോ, ഒരു മഹൽ കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം ഇതാണെന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിൽ അന്ന് പള്ളിയിൽ നിസ്കാരത്തിനുണ്ടായിരുന്ന 7ഓളം ആൾക്കാർ അവരെ കൂടെ ആ വീട്ടിലേക്ക് പോയി. നമ്മുടെ പള്ളിയുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ വീട്. അവിടെ പോയപ്പോൾ അവർ തമ്മിൽ എന്തൊക്കെയോ വാക്കേറ്റങ്ങളും സ്വാഭാവികമായിട്ട് പ്രശ്നമുണ്ടായി. ഈ പോയ ആൾക്കാരെ അവർ കയ്യേറ്റം ചെയ്യുന്നു, ഇവരങ്ങോട്ട് സംസാരിക്കുന്നു, എന്തും തള്ളൊക്കെയായി. അതിൽ ഇടപെട്ടുകൊണ്ട് നമ്മുടെ ഈ കമ്മിറ്റി ഭാരവാഹികൾ അതിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ഉണ്ടായത്. അത് അതുപോലെ കഴിയുകയും ചെയ്തു, തിരിച്ചു വരികയും ചെയ്തു. അതിൻ്റെ വെളിച്ചത്തിൽ ചൊക്ലി പോലീസിൽ ഒരു കേസ് ഉണ്ടായി. മീൻസ് പോലീസ് വിളിപ്പിച്ചു ഇവരെ, അവർ പോയിട്ട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വീട്ടുകാർ. അങ്ങനെ നമ്മുടെ കമ്മിറ്റിക്കാർ അവിടെ പോകുന്നു, അവരുമായിട്ട് സംസാരിക്കുന്നു, ഇതെല്ലാം പറഞ്ഞ് സെറ്റിൽമെൻ്റ് ആവുന്നു. പക്ഷേ ഇവിടെയാണ് ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ കാല കമ്മിറ്റികളിൽ നിന്ന് സാമ്പത്തിക പ്രശ്നങ്ങളും മറ്റ് പ്രശ്നങ്ങളും ആരോപിച്ചുകൊണ്ട് പുറത്താക്കപ്പെട്ട 3-4 വ്യക്തികൾ ഇതിൽ കൈയിടുകയും ആ വീട്ടുകാരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇതൊരു FIRലേക്ക് എത്തിക്കുകയും ചെയ്തു. ചൊക്ലി പോലീസിൽ FIR നമ്പർ 727 ഓൺ 9/10/2025 അഗെയിൻസ്റ്റ് YM അസീസ്, CP അസീസ്, M നജീബ് എന്നിവരാണ് നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ. വാർത്താ സമ്മേളനത്തിൽ മഹൽ ജമാഅത്ത് കമ്മിറ്റി സെക്രട്ടറി CP സജീർ, പ്രസിഡന്റ് K അലി, KP റഷീദ്, YM അസീസ്, P ഷറഫുദ്ദീൻ, മാമാങ്കർ ഖാദർ, റഷീദ് പറമ്പത്ത്, CP അസീസ്, P സജിൻ, നജീബ് മദ്രോൾ, ജാഫർ നാനൂത്ത്, അബ്ദുൽ ഖൈർ എന്നിവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTC തലശ്ശേരി മിനി വൈദ്യുതി വേനൂഞ്ഞിൽ പ്രതിഷേധ കരിദിനം ആചരിച്ചു. INTC സംസ്ഥാന സെക്രട്ടറി P ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. കുടിശ്ശിക ക്ഷാമബത്ത അനുവദിക്കുക, ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, ഒഴിവുള്ള തസ്തികകൾ നികത്തുക, താൽക്കാലിക നിയമനങ്ങൾ അവസാനിപ്പിക്കുക, പ്രമോഷൻ നൽകുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. INTUC സംസ്ഥാന സെക്രട്ടറി P ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. നിയമനം നടത്തുന്നില്ല, നിയമന നിരോധനം നിലനിൽക്കുന്നു. നിയമനം നടത്തണമെന്ന് കേരളത്തിലെ യുവജന സംഘടനകൾ പറയുന്നു. ആയിരക്കണക്കിന് ചെറുപ്പക്കാരികൾ തൊഴിലിനു വേണ്ടി തെരുവിൽ യാചിക്കുമ്പോഴാണ് സ്വകാര്യ മുതലാളിമാർ ചെയ്യുന്നത് പോലെ റിട്ടയർഡ് ചെയ്ത ആളുകളെ ചെറിയ പൈസ കൊടുത്ത് ഇവിടെ ഡെയിലി വേതനത്തിൽ നിന്ന് കൈയെഴുത്തപ്പണിയായിട്ട് തൊഴിൽ നിയമനത്തിൻ്റെ ലംഘനമാണത്. സാമാന്യ മര്യാദയുടെ ലംഘനമാണത്. അതിനെ CIT അംഗീകരിക്കാൻ പറ്റുമോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അംഗീകരിക്കാൻ പറ്റുമോ? 2 കാര്യമാണ് ചെയ്യുന്നത്, ഇരുട്ടടിയാണ്. ഒന്ന്, തൊഴിൽ തേടി നടത്തുന്ന ചെറുപ്പക്കാരികളെയും വഞ്ചിക്കുന്നു. എന്ന് വെച്ചാൽ DYFIയെയും യൂത്ത് കോൺഗ്രസിനെയും യൂത്ത് ലീഗിനെയും എല്ലാം വഞ്ചിച്ചുകൊണ്ടുള്ള താൽക്കാലിക നിയമനം, കരാർ നിയമനം നടത്തും. ഡിവിഷൻ പ്രസിഡന്റ് K അനൂപ് അധ്യക്ഷത വഹിച്ചു. തലശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി PV രാധാകൃഷ്ണൻ, STU സംസ്ഥാന കമ്മിറ്റി അംഗം സഹീർ പാലക്കൽ, INTUC തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് NK രാജീവൻ, UDEEF സംസ്ഥാന ട്രഷറർ K അബ്ദുൽ ഗഫൂർ, KK പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഡിവിഷൻ സെക്രട്ടറി KK ഷംസു സ്വാഗതവും K രമേശ് ബാബു നന്ദിയും പറഞ്ഞു. വികസന സദസ്സിന്റെ ഭാഗമായി മൊകേരി പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ ആദരിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സംഗമം പാഞ്ഞൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A ശൈലജ ഉദ്ഘാടനം ചെയ്തു. മൊകേരി പഞ്ചായത്ത് വികസന സദസ്സിന്റെ ഭാഗമായി മൊകേരി പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളി സംഗമം സംഘടിപ്പിച്ചു. പാഞ്ഞൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A ശൈലജ തൊഴിലാളി സംഗമം ഉദ്ഘാടനം ചെയ്തു. കാര്യങ്ങള്, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങള്, മറ്റ് പൊതുവികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്,
പിന്നെ ശിശുമരണം ഇല്ലാത്ത ഒരു വളരെ കുറഞ്ഞ രീതിയിലുള്ള ഒരു സംസ്ഥാനമായിട്ടുള്ള കാര്യങ്ങള്, അതുപോലെ തന്നെ മറ്റ് എല്ലാ വിഭാഗങ്ങളും എടുത്തു നോക്കുമ്പോൾ കേരളമാണ് നമ്പർ 1 എന്ന നിലയിലേക്ക് നമ്മുടെ കൊച്ചു കേരളം മാറിയിട്ടുണ്ട് അല്ലേ? അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. വിവിധ നമ്മുടെ സാമൂഹിക ക്ഷേമ പെൻഷൻ മുതൽ ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകൾ അല്ലെ, അവരുടെ നിങ്ങളുടെ കുടുംബത്തില് ഒരുപാട് ആളുകൾ പെൻഷൻ വാങ്ങുന്ന ആളുണ്ടാവും അല്ലെ. അത് നേരത്തെ വാങ്ങിയത് എങ്ങനെയാണെന്നല്ല നമുക്കറിയാം. 600 രൂപയാണ് അത് നമ്മള് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് വാങ്ങിക്കൊണ്ടുവരുന്നതിനും ഇപ്പൊ അതൊന്നും വേണ്ട. ആ പെൻഷൻ എല്ലാം നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് എത്തിച്ചു തരുന്നുണ്ട്. അത് പിന്നെ കളക്ഷൻ ഏജന്റുമാര് മുഖാന്തരം ആ പെൻഷൻ വർദ്ധിച്ച് 1600 രൂപയാക്കി ഇനി 2000 രൂപയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുമായിട്ടാണ് സർക്കാർ പോകുന്നത്. അപ്പൊ ഇങ്ങനെയെല്ലാം നമ്മൾ മുന്നോട്ട് പോകുമ്പോ നമുക്ക് കുറെ കുഴപ്പങ്ങൾ നമ്മളെ മേലെ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ്. പഞ്ചായത്ത് പ്രസിഡന്റ് പി വത്സൻ അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രാജശ്രീ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി മുകുന്ദൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി ഷൈനി എന്നിവർ സംസാരിച്ചു. NREG ഓവർസിയർ ശ്രേയ കീർത്തി സ്വാഗതവും വാർഡംഗം നീഷ്മ നന്ദിയും പറഞ്ഞു. CPM അക്രമ രാഷ്ട്രീയത്തിനെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി BJP പാട്യം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. BJP സംസ്ഥാന സമിതി അംഗം VP സുരേന്ദ്ര മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. CPM അക്രമ രാഷ്ട്രീയത്തിനെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി BJP പാട്യം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തിയത്. BJP സംസ്ഥാന സമിതി അംഗം VP സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പിലായാലും വോട്ടിന്റെ കണക്കിലായാലും ജനസംഖ്യയുടെ കണക്കിലായാലും എല്ലാം തന്നെ BJP വൻ മുന്നേറ്റം നമ്മുടെ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ തെളിവാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും മറ്റ് തെരഞ്ഞെടുപ്പുകളിലും BJPയുടെ ജനപ്രാതിനിധ്യം വർദ്ധിക്കുന്നത്. ഞങ്ങൾ തകർന്നുപോയി എന്ന് നിങ്ങൾ വിശ്വസിച്ച് ആത്മസംതൃപ്തി കൊള്ളുന്നത് മാത്രമേ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഞങ്ങൾ തകർന്നിട്ടില്ല. തകർക്കാൻ വേണ്ടി കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും BJPയുടെ പകുതിയിലേറെ സീറ്റുകളിൽ 2ാം സ്ഥാനത്തുള്ള പാർട്ടി BJPയാണ്. BJPയെ തകർക്കാനാവാത്ത ശക്തിയായി മാറിയിട്ടുണ്ട്. നിങ്ങളുടെ കൊലയാളി സംഘത്തെ ഉപയോഗിച്ച് ഞങ്ങളുടെ കതിരൂർ മനോജ് ഉൾപ്പെടെയുള്ള പ്രവർത്തകന്മാരെ വെട്ടിക്കൊന്നപ്പോൾ ആ കൊലപാതകം നിങ്ങളെ തളർത്തിയില്ല. നിങ്ങളുടെ പ്രവർത്തകന്മാരുടെ മനോവീര്യം തകർത്തില്ല. കൂത്തുപറമ്പ് മണ്ഡലം പ്രസിഡന്റ് ഷംജിത് പാട്യം അധ്യക്ഷനായി. OBC മോർച്ച കണ്ണൂർ സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി രാജേഷ് കൊച്ചിയങ്ങാടി, KC പ്രതീഷ്, VP സഹേഷ് എന്നിവർ സംസാരിച്ചു. പത്തായക്കുന്നിൽ നിന്നാണ് പ്രതിഷേധ പ്രകടനം ആരംഭിച്ചത്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ,
ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. പാനൂർ അണിയാരം കൊളായി കനകതീർത്ഥം കനകാംബിക ദേവീക്ഷേത്രം തുലാപ്പത്തുത്സവം കനകതീർത്ഥ മഹോത്സവത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. തുലാം സംക്രമദിനമായ ഒക്ടോബർ 17 മുതൽ തുലാപ്പത്ത് നാളായ 27 വരെയാണ് ചടങ്ങുകൾ നടക്കുകയെന്ന് ഭാരവാഹികൾ പെരിങ്ങത്തൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അണിയാരം കൊളായി കനകതീർത്ഥം കനകാംബിക ദേവീക്ഷേത്രം തുലാപ്പത്തുത്സവം കനകതീർത്ഥോത്സവം ക്ഷേത്രം തന്ത്രി പാറോളി ഇലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെയും പുരുഷോത്തമൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെയും മേൽശാന്തി പോനേരി ഇല്ലം വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ തുലാം സംക്രമദിനമായ സെപ്റ്റംബർ 17 മുതൽ തുലാം 10 നാളായി 27 വരെ നടക്കും. 17 രാവിലെ ഗണപതി ഹോമം, വൈകിട്ട് അണിയാരം ശിവക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന ഘോഷയാത്ര, രാത്രി 8:40 കൊടിയേറ്റം, 18 രാവിലെ ലളിതാ സഹസ്രനാമജപം, 9:30 പീഠം എഴുന്നള്ളിപ്പ്, 7 മണിക്ക് ഭജന, വൈകിട്ട് 6:30 ഭക്തിഗാനസുധ, 20 ദീപാവലി നാളിൽ വൈകിട്ട് 6:30 ദീപസമർപ്പണം, 7 മണിക്ക് പ്രഭാഷണം, രാവിലെ നാഗസ്ഥാനത്ത് നാഗപൂജ, നൂറുംപാലും, വൈകിട്ട് 7 മണിക്ക് ഭജന, 24 രാവിലെ 9 മണിക്ക് പ്രദക്ഷിണ ഭജന, വൈകിട്ട് 7 മണിക്ക് നാട്ടുപെരുമ, 25 കലവറ സമർപ്പണം, വൈകിട്ട് 6 ആദരായനം, 7 നൃത്ത സംഗീതരാവ്, 26 വൈകിട്ട് 7 മണിക്ക് ഭജന, 27 ഉച്ചയ്ക്ക് അന്നദാനം, 7 മണിക്ക് തായമ്പക, 8 മണിക്ക് കൊടിയിറക്കത്തോടെ ഉത്സവം സമാപിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കനകാംബിക ദേവി ക്ഷേത്രം എന്ന് പറയുമ്പോൾ വളരെ പുരാതനമായ കനകമലയുടെ ഒരു ചൈതന്യം തന്നെയാണ്. തീർത്ഥം ഒഴുകുന്ന തീരത്ത് വാഴുന്ന ദേവിയാണ് കനകാംബിക ദേവി. അപ്പോൾ എല്ലാവർക്കും ഭക്തന്മാർക്ക് അവിടെ വലിയ പല ഭാഗത്തു നിന്നും, എനിക്ക് തോന്നുന്നു കണ്ണൂർ ജില്ലയിലെ മിക്കവാറും സ്ഥലത്തു നിന്ന് അവിടെ ആളെത്തിയിട്ടുണ്ട്. പല പണ്ട് പണ്ടൊക്കെ പെരളശ്ശേരി എന്നാണ് കൂടുതൽ ആൾക്കാർ അറിയുക. അവിടെ കനകതീർത്ഥവും ആടിയതല്ല കാവേരി തീർത്ഥവും ആടിയെന്നാണ് പറയുന്നത്. കനകതീർത്ഥം ആടിയിട്ടാണ് കാവേരി തീർത്ഥം അവിടെ മുന്നോട്ടും ജനങ്ങളിങ്ങനെ ഒഴുകലാണ്. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നൊരു 3000-ന്റെ മേൽ ആൾക്കാർ വന്ന. എല്ലാ ദിവസവും ത്രികാല പൂജയും നാഗത്തിന് മുട്ട സമർപ്പണവും ഉണ്ടായിരിക്കും. മഞ്ഞൾപ്പറ, പൂമൂടൽ, നിറമാല, അലങ്കാരപൂജ, നൃത്ത സംഗീത സമർപ്പണം എന്നിവയും ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ MP പ്രജീഷ്, T ഷിജു, മുകുന്ദൻ പുലരി, KK മുരളീധരൻ എന്നിവർ പങ്കെടുത്തു. കരിയാട് തുരുത്തിമുക്ക് പാലം പുനർനിർമ്മാണം ആരംഭിച്ചു. MLA-മാരായ KP മോഹനൻ, EK വിജയൻ എന്നിവർ ചേർന്ന് പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണൂർ ജില്ലയിലെ കിടഞ്ഞിയെയും കോഴിക്കോട് ജില്ലയിലെ എടശ്ശേരി തുരുത്തിയെയും ബന്ധിപ്പിക്കുന്ന തുരുത്തിമുക്ക് പാലത്തിന്റെ പുനർനിർമ്മാണ പ്രവൃത്തിക്കാണ് തുടക്കമായത്. MLA-മാരായ KP മോഹനൻ, EK വിജയൻ എന്നിവർ ചേർന്ന് പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ആരംഭിച്ചു എന്ന് നമുക്കിത് പൂർത്തീകരിക്കാമെന്ന് ഇപ്പോൾ തീരുമാനിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. ഒരു ഔപചാരികമായ ഒരു പ്രവൃത്തിയുടെ പുനരാരംഭമാണ് ഇന്നിവിടെ നടക്കുന്നത്. ആ പുനരാരംഭത്തിന് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. നമുക്ക് എന്ത് തന്നെ പറഞ്ഞാലും സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ സർക്കാർ മുന്നോട്ട് വെച്ച അതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തീകരിച്ചുകൊണ്ടാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. അതിലെല്ലാറ്റിലുമുപരി ഈ പ്രദേശത്തെ നാട്ടുകാർ, പ്രത്യേകിച്ച് നമ്മൾ നിൽക്കുന്ന പോലും ബഷീറും, നമുക്ക് നേരത്തെ തന്നെ ഇത് പണിയെല്ലാം തുടങ്ങാൻ കഴിയും. കിഫ്ബിയുടെ ഒരു നടപടിക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ റേറ്റ് റിവിഷൻ വന്നപ്പോൾ അതിൻ്റെ വർധനവ് അംഗീകരിക്കാൻ കിഫ്ബി തയ്യാറായില്ല. വേറെ നടപടിക്രമത്തിൽ അതില്ല. അതാണ് അതിൻ്റെ പ്രശ്നം.
അതിനുശേഷം എത്ര യോഗം ചേർന്നു നമുക്ക് പറയാനാവില്ല അല്ലേ. ഞങ്ങൾ ഒരുമിച്ചും ഒറ്റയ്ക്കും ഒക്കെയായി കിഫ്ബിയുടെ യോഗങ്ങൾ ഇങ്ങനെ ചേർന്നൊടുവിൽ അല്ല ആ വർധനവ് കിഫ്ബിയുടെ ബോർഡും ക്യാബിനറ്റും അംഗീകരിച്ച് വന്നതിനെ തുടർന്നാണ് നമുക്കിത് വീണ്ടും പ്രവർത്തനം തുടങ്ങാൻ കഴിയുന്നത്. വളരെ മുമ്പ് ഉദ്ഘാടനം കഴിഞ്ഞിരുന്നു, അത് കഴിഞ്ഞ് വീണ്ടും എല്ലാ സൊസൈറ്റി തന്നെയാണ്. അതിനുശേഷം രണ്ടാമത് നടന്നു, ഇപ്പം മൂന്നാമത് നമ്മളെല്ലാം കൂടി ഇപ്പം ചെയ്യാം ഇവിടെ പുനരാരംഭിക്കുന്നു. അപ്പം അതിൻ്റെ പിന്നിട്ട കഥകളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ജനങ്ങൾ വളരെ ക്ഷമാശീലരാണ്. കിടഞ്ഞി ഭാഗത്ത് 175 മീറ്ററും എടച്ചേരി ഭാഗത്ത് 60 മീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡും ഉൾപ്പെടുന്ന രീതിയിൽ 205 മീറ്റർ നീളത്തിൽ സ്പാൻ ബോസ്റ്ററിംഗ് ആർച്ച് മാതൃകയിലാണ് പാലം നിർമ്മിക്കുക. 15 കോടി 17 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ്. ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ കരാർ. എം സുധാകരൻ മാസ്റ്റർ പ്രവൃത്തി ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം, തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP വനജ, വൈസ് പ്രസിഡന്റ് TK അരവിന്ദാക്ഷൻ, എടച്ചേരി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജൻ കൊയിലോത്ത്, പാനൂർ നഗരസഭാ കൗൺസിലർമാരായ ആവോലം ബഷീർ, MP ശ്രീജ, KK മിനി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ M സജീവൻ, T മൗറൂഫ്, TH നാരായണൻ, ജയചന്ദ്രൻ കരിയാട്, P പ്രഭാകരൻ മാസ്റ്റർ, PK രാജൻ, KRFP അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ C സുജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വേദാന്ത ഡൽഹി ഹാഫ് മാരത്തോണിൽ വ്യക്തിഗത ഇനത്തിൽ റെക്കോർഡ് കരസ്ഥമാക്കി വേങ്ങര ചേറൂർ സ്വദേശി ഫൈസൽ അഞ്ചുകണ്ടൻ. പ്രോഗ്രാം സ്ലാം എന്ന അംഗീകാരമാണ് ഇതോടെ ഫൈസലിന് ലഭ്യമായത്. പ്രോഗ്രാം ഇന്റർനാഷണൽ സംഘടിപ്പിക്കുന്ന ഒരു റെസ്ലിംഗ് ചലഞ്ചാണ് പ്രോഗ്രാം സ്ലാം. ഇന്ത്യയിലെ 4 പ്രധാന നഗര മത്സരങ്ങളായ ടാറ്റ മുംബൈ മാരത്തൺ, വേദാന്ത ഡൽഹി ഹാഫ് മാരത്തൺ, ടാറ്റ സ്റ്റീൽ വേൾഡ് 25K കൊൽക്കത്ത, TCS വേൾഡ് 10K ബാംഗ്ലൂരു എന്നിവ ഒരേ മത്സര സീസണിലും ഓരോ മത്സരത്തിനും ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിലും ഓട്ടക്കാർ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഓട്ടക്കാർ ഒരേ ഇമെയിൽ ഉപയോഗിച്ച് 4 ഇനങ്ങളിലും രജിസ്റ്റർ ചെയ്യുകയും തുടർച്ചയായി പൂർത്തിയാക്കുകയും വേണം. കോട്ടക്കൽ റണ്ണേഴ്സ് ക്ലബ്, ലോങ് റേസേഴ്സ് വേങ്ങര, റോയൽ റണ്ണേഴ്സ് കാലിക്കറ്റ്, തലശ്ശേരി സ്റ്റേഡിയത്തിലെ പ്രമുഖ കായിക കൂട്ടായ്മയായ യങ്സ്റ്റേഴ്സ് എന്നിവയിൽ അംഗമായ ഫൈസൽ തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ റേഡിയേഷൻ വിഭാഗം ജീവനക്കാരനാണ്. ഭാര്യ ഹഫ്സത്ത് അൽ ഇഹ്സാൻ ഇംഗ്ലീഷ് സ്കൂളിൽ ടീച്ചറാണ്. മകൾ റൈസ ഫൈസൽ. സ്റ്റീവിയ ഡിലൈറ്റ്സിന്റെ 2ാമത്തെ കിയോസ്ക് കൊച്ചി ഒബ്രോൺ മാളിൽ പ്രവർത്തനം ആരംഭിച്ചു. കേരള വിഷൻ ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ MS ബനീഷ് ഉദ്ഘാടനം ചെയ്തു. സെറിബ്രോക്സ് ലേണിംഗ് LLP മാനേജിംഗ് ഡയറക്ടർ രാഗി S പിള്ള, കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ PS രജനീഷ് എന്നിവർ ചേർന്ന് ഉൽപ്പന്നങ്ങളുടെ ആദ്യ വിൽപ്പന നിർവഹിച്ചു. കൊച്ചിയിലേക്കും സ്റ്റീവിയയുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് 2ാമത്തെ കിയോസ്ക് ഒബ്രോൺ മാളിൽ പ്രവർത്തനം ആരംഭിച്ചത്. ലഡു, ഹൽവ, പേട തുടങ്ങിയ മധുരപലഹാരങ്ങളെല്ലാം മധുരം കുറച്ച് മധുരപ്രേമികൾക്ക് ലഭ്യമാക്കുകയാണ് സ്റ്റീവിയ. ഒബ്രോൺ മാളിലെ കിയോസ്ക് MS ബനേഷ് ഉദ്ഘാടനം ചെയ്തു. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ നാവുകളിൽ ഏറ്റവും സന്തോഷകരമായ അപകടമില്ലാത്ത കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ PS രജനീഷിൽ നിന്ന് സ്റ്റീവിയയുടെ ഉൽപ്പന്നങ്ങളുടെ ആദ്യ വിൽപ്പന സെറിബ്രോക്സ് ലേണിംഗ് LLP മാനേജിംഗ് ഡയറക്ടർ രാഖി S പിള്ള ഏറ്റുവാങ്ങി. വളരെയധികം സന്തോഷം. ഇങ്ങനൊരു എന്താ പറയുന്നത് ഔട്ട്ലെറ്റിന് വേണ്ടിയിട്ട് അത് ഫസ്റ്റ് സെയിൽ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഐ എം ഫീലിംഗ് റിയലി പ്രൗഡ്. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മളെപ്പോലുള്ള ആൾക്കാരെല്ലാം വളരെയധികം ഉറ്റുനോക്കുന്ന ഒരു എന്താ പറയുന്നത് ഡയറ്റ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഉറ്റുനോക്കുന്ന ഒരു സംവിധാനം തന്നെയാണ്. കാരണം എല്ലാവർക്കും ഒരു ചീറ്റ് ഡേ ആണ് ഇപ്പോൾ അല്ലേ. യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ജനറേഷനിൽ ആരെ നോക്കിയാലും നമുക്കൊരു ചീറ്റ് ഡേക്ക് കാത്തിരിക്കേണ്ടി വരും ഒരു ഡെസേർട്ട് കഴിക്കാൻ. കണ്ടാൽ തന്നെ നമുക്ക് ടെംപ്റ്റേഷൻ വന്നാൽ തന്നെ നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കും, ഡയറ്റ് കോൺഷ്യസ് ആയിരിക്കും. ബട്ട് ഇങ്ങനൊരു സംരംഭം വന്നപ്പോൾ നമ്മൾ മലയാളികൾ പൊതുവേ ഒരു എന്താ പറയുക നമ്മുടെ ഒരു മീൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ
എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഡെസേർട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. ഇനിയിപ്പം സാറ് പറഞ്ഞതുപോലെ തന്നെ യാതൊരു ടെൻഷനും ഇല്ലാണ്ട് സ്ട്രെസ്സും ഇല്ലാണ്ട് നമുക്ക് സ്റ്റീവിയ ചേർന്ന എന്താ പറയുക പ്രോഡക്റ്റ്സ് കഴിക്കാൻ പറ്റുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ്. പുതിയ കിയോസ്ക് ആരംഭിച്ചതിന്റെയും ഉൽപ്പന്നങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നതിന്റെയും സന്തോഷം യുവ സംരംഭകനും സൗത്തേൺ ഗ്രൂപ്പിന്റെ ഡയറക്ടറുമായ ആദിൽ ഷാ മേത്തർ പങ്കുവച്ചു. ഇതിപ്പോൾ ആക്ച്വലി എന്ന് വെച്ചാൽ നമ്മുടെ രണ്ടാമത്തെ ഔട്ട്ലെറ്റാണ്. എൻ്റെ പേര് ആദിൽ ഷാ. നമുക്ക് ഓൾറെഡി കാലിക്കറ്റ് ഹൈലൈറ്റിൽ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. നമ്മുടെ സെക്കൻഡ് ഔട്ട്ലെറ്റാണ്. ഹൈലൈറ്റിലെന്ന് വെച്ചാൽ ഒന്നും കൂടി വൈഡാണ്. ഇത് നമ്മുടെ ഒരു മിനി ഫ്രാഞ്ചൈസി നമ്മൾ കൊച്ചിയിലേക്ക് കാലെടുത്ത് വെപ്പിൻ്റെ ഭാഗമായി രണ്ടാമത്തെ ഔട്ട്ലെറ്റാണിത്. ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഷുഗറുള്ള ആളുകൾക്ക് കഴിക്കാം. 0 ആഡഡ് ഷുഗറാണ്. അതുപോലെ എന്താ പറയുക, ഇപ്പോൾ ഒരു ഷുഗർ പേഷ്യൻസിനൊക്കെ ഒരു ക്രേവിങ്സ് വരികയാണെങ്കിൽ അവർക്കും കഴിക്കാം. അതുപോലെ ഡയറ്റ് എടുക്കുന്ന ആളുകൾക്ക് കഴിക്കാം, ഡയബറ്റിക് ഉള്ള ആളുകൾക്ക് കഴിക്കാം. ഇങ്ങനെയൊക്കെ തന്നെ നമ്മുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ സൈഡ് വെച്ച് പറയുമ്പോൾ ഉള്ളത്. നമ്മളതിൽ പേഡാസ്, ഹൽവാസ്, ഒരു ബേക്കറിയിൽ എന്തൊക്കെ ഉണ്ടാകുമോ ബേക്കറി ഐറ്റംസ് ആയിട്ട് അതിൻ്റെ എല്ലാ ഐറ്റവും സെയിം ടേസ്റ്റിൽ എന്നാൽ ഷുഗർ ഫ്രീ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ആഗ്രഹം തോന്നിയാൽ പ്രമേഹ രോഗികൾക്കും സ്റ്റീവിയയുടെ പലഹാരങ്ങൾ കഴിക്കാമെന്നും ആരോഗ്യ സംരക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർക്കായി ഷുഗർ ഫ്രീ ആയാണ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതെന്നും സ്റ്റീവിയ ഡിലൈറ്റ്സിന്റെ ഫ്രാഞ്ചൈസ് ഡെവലപ്മെന്റ് മാനേജർ മിഷാൽ പറഞ്ഞു. അപ്പോൾ നമ്മുടേത് 14th ഔട്ട്ലെറ്റാണ് കേരളത്തിൽ. അതിൽ സദേൺ അണ്ടറിൽ നമ്മുടെ ആദിൽ ബ്രോയുടെ കീഴിൽ ഒരു സെക്കൻഡ്, അതായത് കാലിക്കറ്റ് ഹൈലൈറ്റ് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് കൊച്ചിയിൽ നമുക്ക് ഒബ്രോൺ മാളിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഒരു 0 ആഡഡ് ഷുഗർ സ്വീറ്റ്സ് ആണ്. അതായത് ലഡു, ജിലേബി, പേട, ബർഫീസ്, ഹൽവാസ് അങ്ങനത്തെ എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഒരു ക്രാവിങ്സ്, അതായത് ഷുഗർ പേഷ്യൻസ്, ഡയബറ്റിക്സ് എല്ലാവർക്കും നമ്മുടെ സ്വീറ്റ്സ് കഴിക്കാം. അതുപോലെ 0 കലോറിയാണ് നമ്മുടെ സ്വീറ്റ്സ്. അതായത് സ്റ്റീവിയയ്ക്ക് എന്ന് പറയുന്നത് 0 കലോറി ആയതുകൊണ്ട് നമുക്ക് ആ കലോറി അത്രയും 60% ലോ കലോറിയിൽ നമ്മുടെ സ്വീറ്റ്സും, അതുപോലെ ഒരുപാട് പ്രീബയോട്ടിക് ആൻഡ് പ്രോബയോട്ടിക്, ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടേത്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള സ്വീറ്റ്സ് നമ്മുടെ ഒബ്രോൺ മാളിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു. ഒബ്രോൺ മാൾ ജനറൽ മാനേജർ മോനു നായർ, അക്കൗണ്ട്സ് മാനേജർ മനോജ്, ടെക്നിക്കൽ ഹെഡ് ബിജു, സിനിമാ സീരിയൽ നടൻ റഫീഖ്, മാധ്യമപ്രവർത്തകൻ നവാസ് മേത്തർ, ബുഷ്ര റഷീദ് തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. മധുരത്തെ എല്ലാവരും ഭയക്കുന്ന ഒരു കാലമാണല്ലോ ഇത്. മലയാളികൾ പൊതുവെ എല്ലാവരും ഡയബറ്റിക് അല്ലെങ്കിൽ പ്രമേഹ രോഗത്തിൻ്റെ പിടിയിൽ, ഏതാണ്ട് 50% ആളുകളും പ്രമേഹ രോഗത്തിൻ്റെ പിടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പഞ്ചസാരയെ അകറ്റി നിർത്താൻ അങ്ങനെ ഒരു ആശയമായിട്ടുള്ളൊരു സംഭവമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമലയിലെ സ്വർണം കടത്തിയ സംഭവത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള CBI അന്വേഷണമാണ് വേണ്ടതെന്ന് കെ മുരളീധരൻ. വിശ്വാസ സംരക്ഷണ ജാഥയ്ക്ക് കണ്ണൂരിൽ ഊഷ്മള വരവേൽപ്പ്. തലശ്ശേരി രാജ്യാന്തര ചലച്ചിത്രമേള ടിഫിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ഒക്ടോബർ 16 മുതൽ 19 വരെ തലശ്ശേരിക്കിനി ഉത്സവ ദിനങ്ങൾ. KSEB ഉദ്യോഗസ്ഥർ നിർമ്മിച്ച കൊച്ചു സിനിമ മലയോര കാഴ്ചകൾ പുറത്തിറങ്ങി. സിനിമയ്ക്ക് ഊഷ്മള വരവേൽപ്പ്. നിർദ്ദിഷ്ട തലശ്ശേരി തീരദേശ ഹൈവേയുടെ അലൈൻമെന്റ് മാറ്റിയതിൽ പ്രതിഷേധം ശക്തം. വ്യാപാരികളും തൊഴിലാളികളും പണിമുടക്കി പ്രതിഷേധിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.